സോ നെക്സ്റ്റ് ഈസ് കോന്നി. ഈ മണ്ഡലത്തിൽ ഏറ്റവും ചർച്ചാ വിഷയമായ മണ്ഡലമാണ്. UDF അടൂർ പ്രകാശിനെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് അവസാന നിമിഷം വരെയും കരുതിയതാണ്. MP ആയിട്ട് MP മാർക്ക് മത്സരിക്കാൻ അവസരം കിട്ടുമായിരുന്നെങ്കിൽ കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിച്ചാൽ മത്സരം കടുത്തന്നെ. കോന്നിയിൽ LDF സ്ഥാനാർത്ഥി KU ജനീഷ് കുമാർ, സിറ്റിംഗ് MLA. സതീഷ് കൊച്ചുപറമ്പിൽ. ഒപ്പം NDAയുടെ TP സുന്ദരേശൻ ആണ്. കഴിഞ്ഞ തവണ 2021 8508 വോട്ടിന്റെ ലീഡാണ് LDF-ന് KU ജനീഷ്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മത്സരത്തിൽ ജയിച്ചു വന്നയാൾ. ഒരു സംശയം പറയണം. KU ജനീഷ് കുമാർ ഫോറസ്റ്റ് ഓഫീസിൽ പോയി അതൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് മണ്ഡലത്തിലെ ഞങ്ങളുടെ MLA മാസാന്ന് തിരിച്ചറിഞ്ഞത് അന്നാ കൊന്നിക്കാര്. അതായത് പിന്നെ അങ്ങോട്ട് ജനീഷ് നോക്കിയിട്ടുണ്ട്. ആ ആക്ടിവിസ്റ്റ് ലൈൻ KU ജനീഷ് കുമാർ കോന്നി മണ്ഡലത്തിൽ ഉടനീളം നിലനിർത്തി. ദാറ്റ്സ് എ ഫാക്ടർ. 2021 ലീഡ് നില ഒരുപക്ഷെ ഉയർന്നേക്കാൻ പോലും സാധ്യതയുണ്ട്. നേരത്തെ അരുൺ സാർ പറഞ്ഞ പോലെ തന്നെയാണ്. 2021 ജനീഷ് അല്ല, 26 ജനീഷ് ജയിച്ചു വരുമോ എന്നുള്ളതാണ്. ലെറ്റ്സ് സീ. എന്താണ് കോന്നി മണ്ഡലം ആണോ അല്ല ജനീഷ് ജേതാവാകും എന്നുള്ളതാണ് റിപ്പോർട്ടർ പ്രീ പോൾ ട്രെൻഡ് അനാലിസിസ് 2026 കരുതുന്നത് ഈ ഘട്ടത്തിൽ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ LDF ആദ്യം ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കും കോന്നി മാറ്റമില്ല, റാന്നിയിൽ മാറ്റമില്ല, ആറന്മുളയിൽ ടൈ. തിരുവല്ലയിൽ സ്ലൈറ്റ് എഡ്ജ് മാത്യു തോമസ്. അടൂർ മണ്ഡലത്തിലേക്ക് എത്തിയാൽ LDF-ന്റെ പ്രജി കണ്ണൻ, DV ശാന്തകുമാർ, NDA പന്തളം പ്രതാപൻ എന്നിവരാണ്. നിലവിൽ എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് നോക്കാം. അടൂരിൽ കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷം 2919 വോട്ടിനാണ് ചിറ്റയം പോകുമ്പോൾ അല്ലേ അടൂരിൽ നിന്ന് വിജയിച്ചു പോയത്. ഇപ്പോൾ എന്താണ് സാധ്യത എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. CV ശാന്തകുമാരി ഓർ പ്രജി കണ്ണൻ ഓർ NDA കാൻഡിഡേറ്റ് അഡ്വക്കേറ്റ് പ്രതാപൻ, പന്തളം പ്രതാപൻ. Let's see. നോക്കാം. 5 to 5 മണ്ഡലം അടൂർ. ബലാബലമാണോ? അടൂർ പ്രവചിക്കാൻ കഴിയുമോ? UDF or LDF? അടൂർ കുറച്ച് വലിച്ചിട്ട് LDF-ൽ നിന്ന് അടൂർ പിടിച്ചെടുക്കാനുള്ള നോക്കുമ്പോ എപ്പോഴും തോന്നുന്നത്. പക്ഷെ അവിടെ നല്ല സ്ഥാനാർത്ഥിയാണ്, വളരെ ആവേശത്തോടു കൂടി. ഞാൻ പ്രജി കണ്ണൻ ഇപ്പോഴും സ്റ്റിൽ there is a chance. ഞാൻ UDF എന്നാ പറയുന്നത്. UDF ആണ്. പക്ഷെ ഞാൻ അവിടെ പ്രജി കണ്ണൻ ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട്. കാരണം അത് ഒരു വലിയ തരംഗം ഈ പ്രചരണത്തിലുണ്ട്. അടൂരിന്റെ ഒരു ഈ പറയുന്ന പുതിയ സ്ഥാനാർത്ഥികളിൽ കൂടുതൽ കുറച്ച് തരംഗം ഉണ്ടാക്കിയ ഒരു സ്ഥാനാർത്ഥിയാട്ടോ പ്രജി. ചെറുതായിട്ട് കാണാൻ കഴിയത്തില്ല, ചെറുതായിട്ട് കാണണ്ട. പക്ഷേ അന്ന് കാര്യം ഒന്ന് കണ്ണൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി കണ്ണനാണ് നിന്നിരുന്നെങ്കിലുണ്ടല്ലോ ഇതാകുമായിരുന്നില്ല ചിത്രം. കണ്ണനായിരുന്നു നിന്നിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു അവിടെ കണ്ണനില്ലല്ലോ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ 407 വോട്ടിന്റെ ഡിഫറൻസ് 407 വോട്ട്. രണ്ട് കാര്യങ്ങൾ അത്ര ടൈറ്റ്. അടൂരെ ഞാൻ ഇപ്പോഴും പറയുന്നു അവിടെ നിന്നിരുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ച MG കണ്ണനാണ് UDF-ന്റെ സ്ഥാനാർത്ഥികൾ. അവിടെ MG കണ്ണൻ പിന്നീട് മരിച്ചുപോയി. MG കണ്ണൻ അവിടെ ഒരു തരംഗമായിരുന്നു യഥാർത്ഥത്തിൽ. പിന്നീട് ആ മണ്ഡലത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ച നേതാവാണ്. പക്ഷേ MG കണ്ണന്റെ അഭാവത്തിലാണ് അവിടെ UDF സ്ഥാനാർത്ഥിക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ തേടി പോവേണ്ടി വന്നത്. അതിൽ പ്രജി കണ്ണൻ എന്ന പേര് ഉപയോഗിച്ചത് പോലും അത് മുതലാക്കാനാണെന്നൊരു ആരോപണം കൂടി ആ മണ്ഡലത്തിൽ. അപ്പൊ അതുകൂടി ആ ഒരു ഫാക്ടറാണ്. BJP ഫാക്ടറാണ്. അടൂർ എത്ര ശതമാനമാണ് BJP നേടിയെന്നറിയാമോ? അടൂരില് 15.43% BJP നേടിയിട്ടുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 35,000 വോട്ട്. ടോട്ടൽ പത്തനംതിട്ട മണ്ഡലത്തിലെ 5 മണ്ഡലങ്ങൾ പൂർത്തിയാകുമ്പോൾ അടൂർ, ആറന്മുള, കോന്നി, റാന്നി, തിരുവല്ല മണ്ഡലങ്ങൾ പൂർത്തിയാകുമ്പോൾ UDF അവിടെ ചെറിയ നേട്ടമുണ്ടാക്കും. കഴിഞ്ഞ തവണ 0 UDF. ഇക്കുറി ഏറ്റവും വേസ്റ്റ് പെർഫോമൻസിൽ പോലും 1 സീറ്റ് നേടിയേക്കാം, 2 സീറ്റുകൾ വരെ പരമാവധി. പക്ഷെ അപ്പോഴും സ്ലൈറ്റ് എഡ്ജ് LDF-നാണ്. 3 മുതൽ 4 വരെ സീറ്റുകൾ നേടിയേക്കാം. NDA അക്കൗണ്ട് ഓപ്പൺ ചെയ്യില്ല. തിരുവല്ലയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും. പക്ഷേ നല്ല ഫൈറ്റ് UDF കൊടുക്കുന്നുണ്ട്. അവിടെ കോഴിക്കോട്ട് നിന്ന് നമ്മൾ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ നല്ല ഫൈറ്റ് UDF കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞാൽ ഒരു സീറ്റ് ആറന്മുളയുണ്ട്. ആറന്മുളയാണ് 1 സീറ്റ് കൂടെ കൂടിയല്ല. അത് ബലാബലാണ് പറഞ്ഞത്.
നമ്മൾ ബലാബലാണല്ലോ. ആറന്മുളയിൽ ബലാബലമേ പറഞ്ഞുള്ളൂ. ഒരു എഡ്ജാണ് പറഞ്ഞത്. എഡ്ജാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഇവിടത്തേക്ക് വരാം. പറഞ്ഞു പോകുന്നുണ്ട്. 2021 LDF 5 സീറ്റുകൾ വരെ, 2026 3 മുതൽ 4 സീറ്റുകൾ വരെ, UDF 0 എന്നുള്ളത് 1 മുതൽ 2 സീറ്റുകൾ വരെ പത്തനംതിട്ടയിൽ നേടിയേക്കാം എന്നുള്ളതാണ്. അപ്പൊ പത്തനംതിട്ട UDF മികച്ച പ്രകടനം കാഴ്ചവെക്കും, പക്ഷേ അതൊരു തൂത്തുവാരലായിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം.